Hi friends, Katak Malayalam സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ ടാങ്കിൽ വാട്ടറിൻ്റെ ലെവൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് 5 ട്രാൻസിസ്റ്ററാണ്. ഇത് BC547 എന്ന ട്രാൻസിസ്റ്ററാണ്. ഇനി വേണ്ടത് നമുക്കൊരു 5mm ലെങ്സ് LED ആണ്. ഞാനത് 3 കളർ കോമ്പിനേഷനിലാണ് എടുത്തിരിക്കുന്നത്. ഒരു റെഡും 2 യെല്ലോ 2 ഗ്രീൻ അങ്ങനെയുള്ള കോമ്പിനേഷനിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ട റെസിസ്റ്ററാണ്. ഇത് വന്ന് 220 ഓംസ് റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് 5 എണ്ണമാണ് ആവശ്യമുള്ളത്. അടുത്തത് വേണ്ടത് ഒരു ഫോറസ്റ്റ് ഷീറ്റാണ്. ഇത് വന്നിട്ട് 5mm തിക്നെസ് വരുന്ന ഫോറസ്റ്റ് ഷീറ്റാണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഹോൾസ് ഇട്ടിരിക്കുന്നത്. അത് 5mm LED കൊള്ളാൻ പാകത്തിനുള്ള ഹോൾസാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പ്രേ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് LED സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനായി നമ്മൾ ആദ്യം റെഡ് LED ആണ് സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും താഴെയായിട്ട് നമ്മൾ റെഡ് LED ആണ് വെക്കുന്നത്. അപ്പോൾ LED വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നെഗറ്റീവ് ലെഗ്, അതായത് ചെറിയ ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി LED നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായി നമ്മൾ റെഡിൻ്റെ മുകളിൽ 2 യെല്ലോ LEDയും അതിൻ്റെ മുകളിലായിട്ട് 2 ഗ്രീൻ LED ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ LED എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ വരുന്ന ലെഗുകളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെയാണ് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത്. ഇനി അധികം വരുന്ന ലെഗുകളിൽ ഒന്ന് ഷോർട്ട് ചെയ്തെടുക്കാം. ഒരു കട്ടർ യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ അധികം നിൽക്കുന്ന ലെഗുകളൊന്ന് ഷോർട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്തത് വേണ്ടി നമുക്ക് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്യാം. അതായത് എമിറ്ററും സെൻറ്ററിൽ വരുന്ന ബേസും നമ്മൾ ഷോർട്ട് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ട്രാൻസിസ്റ്റർ LED-യിലേക്ക് നമ്മൾ LED-യുടെ നെഗറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്യാം. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് ലെഗാണ് നമ്മൾ LED-യുടെ നെഗറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതി ഞാൻ കൊടുത്തിട്ടുണ്ട്. കളക്ടർ എന്ന് പറയുന്ന ലെഗാണ് നമ്മൾ LED-യുടെ നെഗറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്യേണ്ടത്. ബാക്കി LED-കളിലും നമ്മൾ അതേപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് ലെഗ് സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ എല്ലാം LED സോൾഡറിങ് കഴിഞ്ഞു. ഇനി വേണ്ടത് റെസിസ്റ്ററാണ്. ഇത് 220 ഓം റെസിസ്റ്ററാണ്. ഇത് നമ്മൾ LED-യുടെ പോസിറ്റീവ് ലെഗിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാ LED-യിലും ഇതുപോലെ തന്നെ പോസിറ്റീവ് ലെഗിലേക്ക് നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്യാണ് വേണ്ടത്. എല്ലാ റെസിസ്റ്ററും നമ്മൾ LED-യുടെ പോസിറ്റീവ് ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അധികം നിൽക്കുന്ന ലെഗുകളെല്ലാം കട്ട് ചെയ്യാണ് വേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തു. ഇനി 2 വയറാണ് നമുക്ക് ആവശ്യം. ഒരു റെഡും ഒരു ബ്ലാക്കും. റെഡ് എപ്പോഴും പോസിറ്റീവും ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മൾ റെഡ് വയർ റെസിസ്റ്ററിലേക്ക് സോൾഡർ ചെയ്യുക. അതായത് LED-യുടെ പോസിറ്റീവിലേക്ക് കണക്ഷൻ പോകുന്ന റെസിസ്റ്ററിലേക്ക് നമ്മൾ റെഡ് വയർ സോൾഡർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെഡ് വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബ്ലാക്ക് വയർ സോൾഡർ ചെയ്യാണ് വേണ്ടത്. അത് ഈ ഇമേജിൽ കാണുന്ന പോലെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ എന്ന ലെഗിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അധികമായി നിൽക്കുന്ന ലെഗുകളെല്ലാം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി വേണ്ടത് നമുക്ക് റിബൺ വയറാണ്. ഇത് മീറ്ററിന് 20 രൂപ വില വരുന്ന വയറാണ്. ഇതിൽ 6 വയറാണ് നമുക്ക് ആവശ്യമുള്ളത്.
ഈ റിബൺ വയർ ട്രാൻസിസ്റ്ററിലേക്ക് സോൾഡർ ചെയ്ത് ചെയ്യാണ് വേണ്ടത്. ഈ ഇമേജിൽ കാണുന്നത് പോലെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എന്ന ലെഗിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വയർ സോൾഡർ ചെയ്യാം. അതിനായി വെള്ള വയർ റെഡ് LED ഫിക്സ് ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എന്ന ലെഗിലേക്കാണ് സോൾഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തത് യെല്ലോ LED ആണ്. അതിലേക്ക് നമ്മൾ ഗ്രേ വയറും പിന്നെ വയലറ്റ് വയർ മൂന്നാമത്തെ LEDയിലേക്കും നാലാമത്തെ LEDയിൽ ബ്ലൂ വയർ അതിൻ്റെ ലാസ്റ്റ് LEDയിൽ ഗ്രീൻ വയറാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഇനി വരുന്നത് യെല്ലോ വയറാണ്. അത് നമ്മൾ പോസിറ്റീവിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതായത് കോമൺ ആണ് യെല്ലോ, അത് നമ്മൾ പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ഫ്ലെക്സ് ഗ്ലൂ ആണ്. ഇത് 4 ഷീറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബോക്സ് ചെയ്യാൻ. അതിന് ഞാൻ സ്വിച്ചിന് വേണ്ടി ഒരു പോർഷനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് വെക്കാനുള്ള പോർഷൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോക്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിനി കണക്ഷൻ കൊടുക്കാനുള്ള വയർ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബോക്സിൻ്റെ വർക്ക് ഒരുവിധം കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡാണ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു 9 വോൾട്ട് ബാറ്ററിയും പിന്നെ അതിൻ്റെ ഒരു കണക്ടറുമാണ്. ഈ കണക്ടറിൻ്റെ നെഗറ്റീവ് ലൈൻ നമുക്ക് നെഗറ്റീവിലേക്ക് സപ്ലൈ ഡയറക്റ്റ് കൊടുക്കാം. ഇനി അടുത്തത് പോസിറ്റീവ് ലൈന് വന്നിട്ട് നമുക്ക് സ്വിച്ചിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ലൈൻ കട്ട് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് വരുന്ന സ്വിച്ചിലേക്കും അതേപോലെ തന്നെ ഡിവൈസിൽ നിന്ന് വരുന്ന സ്വിച്ചിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി സ്വിച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന് ബാറ്ററിയിൽ നിന്ന് വരുന്ന വയർ നമ്മൾ നേരെ സ്വിച്ചിലേക്കും അതേപോലെ തന്നെ പിന്നെ സ്വിച്ചിൽ നിന്ന് നേരെ ഡിവൈസിലേക്കുമാണ് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി സ്വിച്ച് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററി ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊള്ളത്തക്കാണ് ഞാൻ ആ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനൊരു ഡോർ സെറ്റ് ചെയ്യാണ് അടുത്തൊരു വർക്ക് ഉള്ളത്. അതിന് ഞാൻ ഓൾറെഡി തന്നെ ഒരു 5mm ഷീറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അതിന് ഡോറായിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് അപ്പോൾ ഡോർ ഒട്ടിച്ചെടുക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇടയ്ക്ക് മാറ്റേണ്ട ആവശ്യത്തിന് തുറക്കാൻ പറ്റുന്ന പോലെയാണ് ഞാൻ ഡോർ സെറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ഇൻസുലേഷൻ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓപ്പണിങ്ങിൻ്റെ ഇതിന് വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടേപ്പിൻ്റെ പീസ് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ്റെ പീസ് ഡോറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക. ഇനി ഒരു ഗ്ലൂ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഇൻസുലേഷൻ ടേപ്പ് ഇനി പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്ലൂ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വർക്കെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് നമുക്കിതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു സ്റ്റിക്കർ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിക്കുന്നതാണ്. അതായത് വാട്ടർ ലെവൽ കാണിക്കുന്ന പോലെ ഒരു ഡിസൈനാക്കി ഞാൻ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഫുൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിച്ചത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അതിന് നമ്മളിപ്പോൾ വാട്ടർ ടാങ്കിന് പകരം യൂസ് ചെയ്യുന്നൊരു അക്വേറിയം ടാങ്കാണ്. വാട്ടർ ടാങ്ക് വലിയ ടാങ്കിന് മുകളിൽ ഫുൾ വാട്ടർ ഫില്ല് ചെയ്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടി അക്വേറിയം ടാങ്ക് എടുത്തത്. ഇനി ഒരു കേസിംഗ് ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. വയറിങ്ങിന് യൂസ് ചെയ്യുന്ന കേസിംഗ് ക്യാപ്പാണ്. ഇതിന് 60 രൂപയാണ് വില വരുന്നത്. ഞാനിത് ആ ടാങ്കിൻ്റെ അളവിന് പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൻ്റെ ആഴം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ ടാങ്കിൻ്റെ ലെവല് വാട്ടർ ലെവല് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതായത് ഹാഫ് ടാങ്ക്, കാൽ ടാങ്ക് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലോ 1/4, ഹാഫ് ടാങ്ക് 3/4 ആൻഡ് ഫുൾ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു 2 പിൻ പ്ലഗ് ആണ്. ഈ 2 പിന്നിൻ്റെ ലെഗ് മാത്രമാണ് നമുക്ക് ആവശ്യം. അതായത് 6 ലെഗാണ് ആവശ്യം. അപ്പോൾ 3 പിന്നെടുത്താൽ നമുക്ക് അതിൽ 6 എണ്ണം കിട്ടുന്നതാണ്. ഈ പിന്നിന് വില വരുന്നത് വെറും 6 രൂപ വില വരുന്ന പിന്നാണ്. എന്നിട്ട് 3 എണ്ണമാണ് നമുക്ക് ആവശ്യം.
ആ 2 പിന്നിൻ്റെ ലെഗ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 2 പിന്നിൽ നിന്ന് 2 ലെഗ് നമുക്ക് ലഭിക്കും. അതേപോലെ 3 നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലെഗെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 6 ലെഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേസിംഗ് ഗ്യാപ്പിലേക്ക് ഈ ലെഗ് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അതിനായി നമ്മൾ ഹോൾ ഇടുകയാണ് ചെയ്യുന്നത്. കേസിംഗ് ഗ്യാപ്പിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഹോളുകൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഹോളുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ലെഗ് അതിലേക്ക് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നമുക്ക് അതിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് 2 ലെഗുകൾ അടുത്തടുത്ത് വന്നതിന് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും താഴെ കൊടുക്കേണ്ടത് കോമൺ യെല്ലോ വയറാണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും താഴെ കൊടുക്കേണ്ടത്. അതായത് പോസിറ്റീവ് ലൈനിൽ വരുന്നതാണ്. അതിലേക്ക് നമ്മൾ യെല്ലോ വയറാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വയർ കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ യെല്ലോ വയർ നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെഗിലേക്ക് കൊടുക്കുന്നു. അത് കോമൺ ആണ്. അതാണ് ഏറ്റവും അടിയിലേക്ക് വരുന്നത്. അടുത്തത് വൈറ്റ്. അത് നമ്മൾ ആദ്യം കൊടുത്ത വയർ കൊടുത്തില്ല, അതേപോലെ തന്നെ ഇതിലും ചെയ്യുക. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ വയറുകൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അക്വേറിയം ടാങ്ക് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കാണിക്കാൻ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ വലിയ ടാങ്കിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാട്ടർ മാർക്ക് ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിവൈസിൽ നമുക്ക് അതിനുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 ടാങ്കോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3/4 ഭാഗത്തോളം വെള്ളം ഫില്ലായിട്ടുണ്ട്. ഫുൾ ടാങ്കായി. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.